ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു കാരണവശാലും നമുക്ക് ആർക്കും മിസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നമ്മുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരുടെയും ആരൊക്കെ ആയിരിക്കും സെമി ഫൈനലിലേക്ക് ടോപ്പ് സിംഗർ സീസൺ 6 ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സെമി ഫൈനലിലേക്ക് ആരൊക്കെയാവും ഒപ്പം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഇന്നാണ് അറിയുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ ഇങ്ങനെ കണ്ണ് ചുമ്മാതെ നോക്കിയിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു നല്ല മെലഡിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാജിക്കൽ മെലഡീസിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ എസ്തർ കുട്ടിയത്തെയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് ഓൺ സ്റ്റേജ്. അപ്പൊ നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിലെ അവസാനത്തെ പെർഫോമൻസ് അതെ. റെഡി അല്ലേ? അതെ. ഓക്കെ. അതെന്തോ ഒരു ഉറപ്പില്ല. ഓക്കെ മിടിക്കേ പാടില്ലേ? യെസ്. കോൺഫിഡൻസ് ലെവൽ 10 എത്രയാണ്? 10. ഓ 100%. അപ്പൊ ഏതാണ് പാട്ട്? ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കിട്ടും. ഞങ്ങൾ ഉറങ്ങുമോ? ഉറങ്ങിപ്പോയാ ഞാൻ വന്ന് എണീപ്പിക്കും. ആണോ? എന്നാ കുഴപ്പമില്ല. ശരി, അപ്പൊ ഉറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. റെഡി. ഓക്കെ, കേൾക്കാല്ലേ പാട്ട്? പാട്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ എസ്തർ കുട്ടി പാടാൻ പോവാ. എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.
കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ. എസ്തർ കുട്ടി എന്തോ നന്നായി പാടിയോ? ആ, ഓർക്കാൻ പറ്റിയോ? അതൊക്കെയറിയില്ല. നമുക്ക് ചോദിച്ചു നോക്കാവേ. എസ്തർ കുട്ട എന്തോ എന്ത് തോന്നുന്നു ക്വാർട്ടർ ഫൈനലിലത്തെ തേർഡ് പെർഫോമൻസ് കഴിഞ്ഞപ്പോ? നല്ലതായി പാടി. മിടുക്കായി പാടിയോ? ഉം. സൂപ്പറായി പാടി താങ്ക് യു കേട്ടോ. താങ്ക് യു നല്ല രസമായിട്ട് പാടി എസ്തർ കുട്ടൻ. താങ്ക് യു. എന്താ പറയാ, ഒരു 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 നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം വളരെ ആപ്റ്റായ പോലെ തോന്നി പാട്ടിന്. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാലു കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ. അകലെയെങ്കിലും എന്നെടുവീർപ്പുകൾ അരികെ വരും കാറ്റിൻ മഞ്ചലിൽ. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാലു കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ. എനിക്ക് എസ്പെഷ്യലി ആ മേളിലത്തെ രജിസ്റ്റേഴ്സിൽ പാടുമ്പോഴത്തേക്ക് എസ്തറിന്റെ ശബ്ദം കുറച്ചും കൂടെ, ആ ചെസ്റ്റ് വോയിസ് കുറച്ചും കൂടെ പുറത്തേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, മേ ബി ഒരു ഹാഫ് നോട്ട്, അധികം ഹൈ പോണില്ലല്ലോ, മേ ബി ഒരു ഹാഫ് നോട്ട് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു രസമായിരുന്നേനേന്നൊരു ഡൗട്ട്, ഒരു സംശയം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം എൻ്റെ സംശയം ആ ഫസ്റ്റ് പല്ലവിയിൽ ഒരു ഹസ്കിനെസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് മിസ്സാവുമോ എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട്. നമുക്കൊന്നൊരു അര നോട്ട് കയറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാലു കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ. യെസ്, നൈസാണ്. ഇനി മറ്റേ ഹൈ വരുന്ന പോർഷൻ കൂടെ പാടിത്തരാം. അകലെയെങ്കിലും എന്നെടുവീർപ്പുകൾ അരികിൽ വരും കാറ്റിൻ മഞ്ചലിൽ. കുഴപ്പമില്ല, കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്, പക്ഷെ ആ വാക്കിനൊരു ഭയങ്കര ഒരു അലസത. ഒഴുക്ക് പോലെ തോന്നുന്നുണ്ട് അല്ലേ? കംഫർട്ടബിൾ അല്ല. കംഫർട്ടബിൾ അല്ല. ഓക്കെ, ശരി. പക്ഷെ ആ ഒരു ഹസ്കിനെസ് ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നി. താങ്ക് പിന്നെ യു. എനിക്ക് തോന്നിയത് എസ്തർ കുട്ട വെരി ഇമ്പോർട്ടൻറ്റ്, മൈക്ക് കുറച്ചും കൂടെ വായുടെ അടുത്തേക്ക് പിടിക്കായിരുന്നു എന്ന് തോന്നി. കാരണം പല കാര്യങ്ങളും എസ്തർ പ്രസന്റ് ചെയ്യണത് അങ്ങ് കേൾക്കാൻ പറ്റുന്നില്ല കുറേയൊക്കെ. ഇപ്പൊ ഫസ്റ്റ് പല്ലവി പാടിയപ്പോൾ ഉദിക്കും എന്നുള്ളത് പാടിയപ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിരുന്നു. ആ സെന്റൻസ് തുടങ്ങിയപ്പോൾ ആ ഉദിക്കുംന്റെ ഊ കേട്ടില്ല ആക്ച്വലി മര്യാദയ്ക്ക് കേട്ടോ. അപ്പൊ മൈക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസ്റ്റൻസിൽ പിടിക്കണം. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗണ്ട് കേൾക്കില്ല. അവിടുന്ന് എത്ര പാടിയിട്ടും കാര്യമില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് എനിക്ക് ഇന്ന് മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തോന്നിയ കാര്യം അതാണ് കേട്ടോ. പിന്നെ നിൻ മുഖം, ഖാന്റെ പ്രൊനൗൺസ് മുഖം എന്ന് പറയുന്നുണ്ടായി. പിന്നെ അതുപോലെ വീട്ടിൽ ഉറങ്ങും, ആ റാ രജിസ്റ്റർ ആയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മിടുക്കിയായിട്ട് പാടിയിട്ടുണ്ട്, നല്ല ഉഗ്ര ശബ്ദമാണ് കേട്ടോ, നല്ല സൂപ്പർ ശബ്ദമാണ്. പിന്നെ ആ ഓപ്പൺ ചെയ്തല്ലോ ഫസ്റ്റ് ആകാരം പാടിയില്ലേ, ദാറ്റ് വാസ് ഗുഡ്. മിടുക്കിയായിട്ട് പാടി. എസ്തർ റോസ് പ്രവീൺ നല്ലൊരു ക്യൂട്ടായിരുന്നു കേൾക്കാൻ. നമ്മളെ നല്ല വോയിസിലുള്ള ഒരു ഇന്നസെൻസ് പാട്ടിലും പ്രതിഫലിച്ചിരുന്നു. ആ ഫസ്റ്റ് ഹമ്മിങ് എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, എവിടെയോ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എവിടെയാ വെച്ചാൽ അകലെ എങ്കിലും നെടുവീർപ്പുകൾ കഴിഞ്ഞിട്ട് അരികിൽ എടുക്കുന്നില്ലേ, അതൊരു ഒരു എസ്റ്റാബ്ലിഷ് ആവാത്ത മാതിരി തോന്നി എനിക്ക്. അതൊരു ഒരു കൺവിൻസിങ് അല്ലാത്തൊരു, അത് മാത്രം അത് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് പാടും. നമ്മളെ അകലെയെങ്കിലും നെടുവീർപ്പുകൾ കഴിഞ്ഞിട്ട് അരികിൽ വരും, ആ 2 ലൈൻ. അത് സ്മൂത്ത് ആയിട്ട് വന്നില്ല മോള് നേരത്തെ പാടിയപ്പോ. ആ ട്രാൻസിഷൻ ഒരു സ്മൂത്ത് ആയി വന്നാൽ നല്ല സുഖം ഉണ്ടാവും. ഒന്നുകൂടി ട്രൈ ചെയ്ത്. ബെറ്റർ നോ. ഇതന്നെ ലാസ്റ്റ് പല്ലവിയിലും കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അനുപല്ലവി ചരണൊക്കെ നന്നായിരുന്നു. ഗുഡ് ലക്ക്. എസ്തർ കുട്ടി, മക്കള് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു 50-50 50 വളരെ നല്ലത്, 50 അതിന്റെ താഴെ, കുറച്ചും കൂടെ താഴെ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് ഇത് മൊത്തം. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്സ് ബാഗാണ്. അപ്പം നമുക്കിങ്ങനെ പലതും ഇവിടെ പല കളറിലുള്ള ബോളുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എസ്തർ കുട്ടി പാടുമ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പാടുകയാണെങ്കിൽ ആൾക്കാരെല്ലാം അപ്രീഷിയേറ്റിംഗ് കൈയടിക്കും. ഓക്കെ,
ഹോണസ്റ്റ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ മനസ്സ് നിൽക്കും. അപ്പോൾ എപ്പോഴും യു ഹാവ് ബീൻ വെരി ഹോണസ്റ്റ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പാടാൻ ഇവിടെ ഏതൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ അത് സത്യസന്ധമായിട്ടുള്ള പോർട്രയിലാണ് നമ്മുടെ മകള് ഇത്രയും നാളും ജേർണിയിൽ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ ഇനി മുന്നോട്ടുള്ള ജേർണിയിലും അത്തരം സത്യസന്ധത അവിടെ തന്നെ ഉണ്ടാവട്ടെ. അതിന്റെ അനുഗ്രഹങ്ങൾ ഫ്രം ദ ഓൾമൈറ്റി കിട്ടട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെന്താ വെച്ചാ ഒതുക്കമുണ്ടായിരുന്നു പാട്ട്. ഒതുക്കം. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് കൂടുതൽ ഒതുങ്ങിപ്പോയോ എന്ന് സംശയമുണ്ട്. അപ്പൊ കൂടുതൽ ഒതുക്കം വന്നു കഴിഞ്ഞാൽ ഒരു കൈയടക്കം നമുക്ക് വരില്ല. പിന്നെ ഈ ഉറക്കം കൺകളിൽ ഓഫ് കോഴ്സ് അത് ഹസ്കിയായിട്ടാണ് പാടുക. പക്ഷെ അതിന്റെ ഋതം ഉണ്ടല്ലോ, ഇപ്പൊ ഋതം ഈ സോങ്ങിന്റെ ഋതം ഉണ്ടല്ലോ, അതെന്താണ് കമ്പോസർ അങ്ങനെ ഒരു ഋതം കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഋതം കൊടുത്തു കഴിഞ്ഞാൽ ഈ പാട്ട് തന്നെ കുറച്ചും കൂടെ ഉറങ്ങും. അപ്പൊ അത്രയും ഉറങ്ങേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് പ്രണയത്തിന്റെ ഒരു ഭാവന ആയതുകൊണ്ട് ഉറക്കം 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 അങ്ങനെ വന്നാലാണത് അത്തക്ക തക്ക ലേറ്റ് അല്ലേ? 1 2 3 4 ലേറ്റ് ആണ്. 1 2 തക കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലേറ്റ് ആണ്. 1 2 3 4 ഇപ്പോഴും ലേറ്റാ. അതാണ് അങ്ങനെ ലേറ്റ് ആവുമ്പോ വെച്ചാൽ നമുക്ക് ആ പാട്ടിനെ കറക്റ്റായിട്ട് മെലഡി ട്രാക്കിലെല്ലാം തോന്നും. പക്ഷെ ഉറക്കം ഇടയ്ക്ക് വന്നിട്ട് വളരെ ഹസ്കി ആയിട്ട് പാടിയില്ലേ, ദാറ്റ് വാസ് വെരി നൈസ്. ആരോ പാടിയത് അത് ദാറ്റ് വാസ് വെരി നൈസ്. അതൊക്കെ ഇതിന് വളരെ നല്ല പോസിറ്റീവ്സ് ആണ് കേട്ടോ. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാലു കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ അകലെ എങ്കിലും എന്നിടുവീർപ്പുകൾ അരികെ വരും കാറ്റിൻ മഞ്ചലിൽ. പിന്നെ എനിക്ക് തോന്നുന്നു എവിടെയോ ഉറക്കം എന്നുള്ളത് ഉരക്കം പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ റ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചരണം പാടിയത് പല്ലവിയെക്കാളൊക്കെ നന്നായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു നീണ്ട ഒരു ജേർണി ആയിരുന്നു ഇതൊരു ക്വാർട്ടർ ഫൈനൽ. അപ്പോൾ സെമി ഫൈനലിലോട്ട് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എസ്തറുട്ടി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് 50-50 പോരാ, ഒരു 90-10 മിനിമം 100 വേണം. 100 വേണം. പക്ഷെ നമുക്ക് ഒരു 90-10 നമ്മൾ എത്തണം. അതെന്തിനു വേണം കേട്ടോ, അത് ഓർത്തോണേ. എസ്തർ കുട്ടാ, എന്തോ ഇന്നത്തെ എസ്തർ കുട്ടന്റെ മാർക്ക് ഇതുവരെ ആർക്കും കിട്ടാത്തൊരു മാർക്കാണ് എസ്തർ കുട്ട. എന്താ ശരിക്കും ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു മാർക്കാ. 95.9 ഔട്ട് ഓഫ് 100 ഫോർ എസ്തർ കുട്ട. അപ്പൊ എസ്തർ കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ദിവസം കാണണം. ബൈ ബൈ. എന്തോ ഒരു ഋതം പറഞ്ഞുതരാം, അത് പറയാൻ പറ്റുമോ? വെറും സിമ്പിൾ ആണ്. പറഞ്ഞോ? ഇല്ല പറഞ്ഞോ? വേണ്ട. മീനുട ഈസി അല്ലേ? വളരെ ഈസിയാ. ഡിണ്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ടക്ടക ഡിണ്ടക ടക്ടക. ഓക്കേ അല്ലേ? മിടുക്കി. താങ്ക് യു. 7 കൊല്ലം കൊണ്ട് പഠിച്ചതാ. എന്തായാലും താങ്ക് യു. അതെങ്കിലും പറഞ്ഞില്ലേ ഞാൻ. ഇപ്പൊ അതിലും നന്നായിട്ട് പാടാനായിട്ട് ഒരാളെത്താൻ പോവാണ്. ക്വാർട്ടർ ഫൈനലിലെ ലാസ്റ്റ് പെർഫോമൻസ് 3rd സോങ്ങുമായിട്ടാണ് എത്താൻ പോകുന്നത്. പെർഫോമൻസ് റൗണ്ട് ആണ്. അടിപൊളി ഹിറ്റ്സിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റിയാൻ കുട്ടൻ എത്താണ്. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. MJ സാറേ, ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സാർ എപ്പോഴും എന്നെ റിയാൻകുട്ടാന്നല്ലേ വിളിക്കാറ്. ഇനി സാറ് റിയാൻകുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് AI ചെയ്തൂടെ? ഒരു പ്രോമിസ് ഉണ്ട്. അമ്പലപ്പുഴ പാൽപായസം പ്രോമിസ് അല്ലേ? അതെ. അതുപോലെ തന്നെ സെമി ഫൈനൽ ആകുമ്പോഴത്തേക്കും സെമി ഫൈനലിൽ റിയാൻ കുട്ടൻ വരികയാണെങ്കിൽ അങ്കിൾ റിയാൻ കുട്ടൻ എന്ന് പറഞ്ഞ് പുതിയൊരു തീം ഉണ്ടാക്കും.
ആ അത് ഞാൻ എന്തായാലും നന്നായി പാടാൻ ശ്രമിക്കാം. ഓക്കെ ഡീൽ. ഡീലാണ്. ഓക്കെ ഓക്കെ ആ ഓക്കെ മാസ് Yes. എൻട്രി ആയിരിക്കും കേട്ടോ അത്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ Yes. സാർ. ആ ഇന്ന് രാജാവാണല്ലോ. രാജാവ് രാജാവ് ആ രാജാവ്. ആ അല്ലെ പാട്ടിന്റെ രാജാവാണല്ലോ നമ്മുടെ അതെ, റിയാൻകുട്ടൻ. പാട്ടിന്റെ രാജാവാ. അപ്പൊ ഏതാണ് പാട്ട്? ശംഖും വെഞ്ചാമരവും. ആ ഞാൻ പറഞ്ഞില്ലേ ഡിൻ ടക 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 ഡിൻ ഡിൻ ടക 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 ഡിൻ ഡിൻ ടക 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 ഡിൻ ടക ടക. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമ്പാരം പൊന്നും പോരുടും ആനപ്പുറത്തം പോറ്റി തമ്പുരാന്മാരും കാറ്റത്താടും കണ്ണാടിക്കൂടാരക്കൂരാപ്പും. സൂപ്പർ സോങ് റിയാൻകുട്ടാ. ആ ആര്യച്ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട റൗണ്ട് അല്ലേ അയ്യോ പെർഫോമൻസ്? എനിക്ക് ആണ്, ഭയങ്കര ആണ്. ഇഷ്ടാ. ഓ ഞാനിന്ന് സ്റ്റെപ്പ് ഒക്കെ ഇടുന്നുണ്ട്. ആണോ? ചെറിയ ചെറിയ സ്റ്റെപ്സേ ഉള്ളൂ. ആഹാ. ഇത് ഇങ്ങനെ ഇങ്ങനെ. Okay, മിടുക്കൻ. കൊള്ളാം കൊള്ളാം. പാട്ട് കേൾക്കാം അല്ലേ? പാട്ട് കേൾക്കാം. കേൾക്കാം. ആ. നമ്മുടെ റിയാൻകുട്ടൻ പാടാൻ പോവാ. എല്ലാ പ്രേക്ഷകരും മറക്കാതെ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ റിയാൻകുട്ടിക്ക് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. നന്നായി പാടണേ. ഓക്കെ നന്നായി പാടാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് റിയാൻകുട്ടാ. താങ്ക് യു ചേച്ചി. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമ്പാര പൊന്നും പോരുളും ഓരപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടിക്കൂടാരക്കൂരാക്കും കൂടും കൂടുക്കൈയും കൊണ്ടാടും പണ്ടാരം കെട്ടും വായാടി പൊൻപത്ത പെണ്ണും കൂടെ ഒരു പൂവാലൻ പൂവൻ താറാവും പൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ടപ്പാട്ടും പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. ഭൂതകാലവും ഭൂതത്തായി തീരാം വർത്തമാനം സ്വയം പല്ലക്കേറാം ഭാവികാലമാ അമ്പാരിത്തേറേറാൻ ആരടിയിലേറെയാരേറ്റെടുത്തിടും എന്നാലും കണ്ണെത്താ ദൂരം മുന്നോട്ടോടിയിടും പിന്നിലെടുക്കും ആശാഭാഷ കൂട്ടിനകത്താക്കും ജന്മക്കിടങ്ങിനുള്ളിൽ പാരാവാര ചടങ്ങിനുള്ളിൽ ജനിച്ചതെന്തെന്നറിഞ്ഞിടാത്തോരെ ഓരന്തിപ്പിൻ ആനത്തോളിൻ മേലേറിൻ ആർപ്പു വിളിച്ചാഘോഷിപ്പിൻ പൂരക്കാലം ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമ്പാര പൊന്നും പോരുളും ഓനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടിക്കൂടാരക്കൂരാക്കും പട്ടാഭിഷേകം പട്ടാഭിഷേകം അഭിനവ പട്ടാഭിഷേകം അഭിനവ പട്ടാഭിഷേകം.
വാവ്. താങ്ക് യു സാർ. രേഖുട്ടാ എന്തോ സാർ? കലക്കി താങ്ക് യു സാർ, താങ്ക് യു സാർ. ഈ പഞ്ചാബി വ്രതം കിട്ടപ്പോ എനിക്ക് ഒരെണ്ണം പാടാതിരിക്കാൻ പറ്റിയില്ലടാ. ആ ആയുറപ്പ 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 അരെ ബല്ലെ 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 ബല്ലെ. അതെന്തായിരുന്നു? പട്ടാഭിഷേകം, അതിശയ പട്ടാഭിഷേകം. പിന്നെന്താണ്? പിന്നെ അത് കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അതെങ്ങനെയായിരുന്നു? പട്ടാഭിഷേകം പട്ടാഭിഷേകം അഭിനവ പട്ടാഭിഷേകം അഭിനയ പട്ടാഭിഷേകം. അത് അഭിനയ പട്ടാഭിഷേകമാണോ അഭിനവ പട്ടാഭിഷേകമാണോ? അഭിനവ പട്ടാഭിഷേകവും അഭിനയ പട്ടാഭിഷേകം രണ്ടും ഉണ്ടല്ലേ? ആ രണ്ടും. അഭിനയം കൊള്ളായിരുന്നു, അഭിനവവും കൊള്ളായിരുന്നു. താങ്ക് യു സാർ. അടിച്ചു പൊളിച്ചു. താങ്ക് യു സാർ. ആഹാ ഓന് അങ്ങനെ പാടിയില്ലേ? അതെങ്ങനെയായിരുന്നു? ഓനപ്പുറത്തോ ഓന് അത്രയുണ്ടല്ലേ? ദാസർ പാടിയിട്ടുണ്ടല്ലേ? പിന്നെ ആനന്ദപ്പിൻ. ആനന്ദിപ്പിൻ. അതെങ്ങനെ? ഓനന്ദിപ്പിൻ ആനത്തോളിൻ മേലേറിൻ ആർപ്പു വിളിച്ചാഘോഷിപ്പിൻ പൂരക്കാലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പല്ലവിയാണ് കേട്ടോ. ഓക്കെ സാർ. താനാ അത് അങ്ങനെ ഇടിച്ചു പാടിയില്ലേ? അത് അടിച്ചിടിച്ച് പൊളിച്ചു വന്നു. താങ്ക് യു സാർ. അതറിയാതെ വന്നതാ. അയ്യോ ഞാൻ വിചാരിച്ചു വേണമെന്ന് വെച്ച് വന്നതാണ്. അല്ലല്ല പറഞ്ഞാ അങ്ങനെ വന്നാല് ഇപ്പൊ ഞാൻ പാടാണ്. ശംഖും പെൺചാമരവും തന്ന തന്നാണാണ് പറഞ്ഞത് മെലഡി അല്ലേ? മെലഡി. ശംഖും അത് ഉഗ്രനായിട്ടാടാ. താങ്ക് യു സാർ. 1 2 3 4. ശംഖും പെൺചാമരവും കൊമ്പും വീരാളിപ്പട്ടും പൂമാരും പൊന്നും പൊരുളും ഓനപ്പുറത്തം പോറ്റി തമ്പുരാന്മാരും കാറ്റും കണ്ണാടി കൂടാരക്കൂരാപ്പും. ആയുറപ്പ 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 ആയുറപ്പ. റിയാകുട്ട എന്തോ ചേച്ചി? ഒരു കലക്ക് കലക്കിട്ടോ. താങ്ക് യു ചേച്ചി. അയ്യോ അതിന്റെ ഇടയില് ഞാൻ സ്റ്റെപ്പൊക്കെ ശ്രദ്ധിച്ചു. അതെ ചരണത്തിന് മുന്നേ സ്റ്റെപ്പ് ഇട്ടല്ലേ? മേടുക്കൻ. അതെ. അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു ചേച്ചി. അത് ലാഗായി പോയി തുടങ്ങാൻ ഇച്ചിരി. ആണോ? സ്ലോ ആയി. ചെറിയൊരു ലാഗ്. പക്ഷെ എനിക്കതൊന്നും മനസ്സിലായില്ല. പക്ഷെ അതൊന്നും അറിയാനൊന്നും പറ്റിയില്ല അല്ലേ? അതൊന്നും അറിഞ്ഞില്ല. മീട്ടുക്കനായിട്ട് ചെയ്തു. താങ്ക് യു ചേച്ചി. സൂപ്പറാണ്. എനിക്ക് ഈ ഔട്ട്ഫിറ്റും ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടു, റിയാൻകുട്ടിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പവർഫുൾ പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടാ, എന്തോ സാർ? ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോഴേ തീരുമാനിച്ചിരുന്നു ഇന്ന് കലക്കും. എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലേ? അതിന്റെ ഒരു പ്രൗഢി പാട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. കോസ്റ്റ്യൂമിലും ശരി, പാട്ടിലും ശരി, ഡാൻസിലും എല്ലാം തകർത്തി കളഞ്ഞു. താങ്ക് യു സാർ. റിയാൻകുട്ടൻ വേറെ ലെവലായി ഇന്ന്. താങ്ക് യു സാർ. വേറെ ഒന്നും പറയാനില്ല, ഗംഭീരായി. താങ്ക് യു സാറേ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സാർ. മാർക്ക് വേണ്ട റിയാൻകുട്ട? പിന്നെ അല്ല, ഇന്ന് സ്പെഷ്യലാ നമ്മുടെ മാർക്ക് അല്ലേ? റിയാൻകുട്ട, എന്തോ ചേച്ചി? നമ്മുടെ മൂന്നാമത്തെ പെർഫോമൻസ് ആയിരുന്നു അല്ലേ ഇത്? അതെ ചേച്ചി. അപ്പോ കിടിലനായിട്ട് പെർഫോം ചെയ്ത നമ്മുടെ റിയാൻകുട്ടിന് ഇന്ന് 99.5 ഔട്ട് ഓഫ് 100. റിയാൻകുട്ടനാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. ഉണ്ണിയങ്കിൾ വെൽക്കം. എന്തോ സാർ? അഭിനന്ദനങ്ങൾ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. കൈ കൊടു. യെസ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. അതെ, റിയാൻകുട്ടൻ പിടിച്ചു. പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു ചേച്ചി. രണ്ടാമത്തത് നമ്മുടെ ഇന്നത്തെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു സാർ. ഇനി അടുത്ത റൗണ്ടിൽ വന്നിട്ട് തകർക്കണം. ഓക്കെ, അടുത്ത റൗണ്ടിൽ കേട്ടില്ലേ? റെഡി. ഗുഡ് ലക്ക്. താങ്ക് യു ഉണ്ണിയങ്കിൾ. താങ്ക് യു റിയാൻകുട്ട. നമ്മുടെ ഫാമിലി എന്തൊരു ബ്യൂട്ടിഫുൾ ഫാമിലി ആണല്ലേ. അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പലപ്പുഴയിൽ നിന്ന് പാൽപ്പായസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്തിട്ടില്ലേ? റിയാൻകുട്ടൻ്റെ അടുത്താണ് പ്രോമിസ് ചെയ്തത്. അപ്പോൾ അത് റിയാൻകുട്ടന് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കുമാണ്. പിന്നെ 2 കുഞ്ഞുങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, ഒരു ഉണ്ണിക്കുട്ടനും ഒരു ആര്യനും. അപ്പൊ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണ്, ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ല?
കളറ് തന്നെ എങ്ങനെയാണ് അല്ലേ? അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഉണ്ണിയേട്ടനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. താങ്ക് യു. പിന്നെ ഇത്തിരി സ്നേഹത്തോടെ നമ്മുടെ ആര്യൻ കുട്ടനെ വിളിക്കും. അപ്പൊ 2 കൊതിയന്മാരെത്തിയിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടനും ആര്യനും അല്ലേ? അപ്പൊ നമുക്ക് പായസം റെഡിയല്ലേ? കരളിനിലയിൽ ചെറുചൂടോടെ നിറച്ചങ്ങ് വിളമ്പുന്ന പായസം. പാലല പോലെ തേനല പോലെ തുള്ളി മറിഞ്ഞൊരു പായസം. നക്കിന് നല്ലൊരു വൻകടലാക്കി പതുക്കെ വരുന്നൊരു പായസം. പായസം പായസം ഇത് പായസം. പാൽ പായസം പായസം ഇത് പായസം. പാൽ പായസം. ഞാൻ ഇതുവരെ അമ്പലപ്പുഴ പോയിട്ടില്ല. ഞാൻ ഒരുവിധം എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. അമ്പലപ്പുഴയിലേക്ക് എപ്പോൾ പോകാൻ പുറപ്പെടുമ്പോഴും എന്തെങ്കിലും തടസ്സം വരും. പക്ഷെ പായസം മുമ്പ് കുടിച്ചിട്ടുണ്ട്, കുറെ കാലമായി കുടിച്ചിട്ട്. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ന് കിട്ടിയപ്പോൾ അമൃത് കുടിക്കുന്ന മാതിരി. സന്തോഷമായില്ലേ? അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞ അൾട്ടിമേറ്റ് ആണെന്ന്. അതിനപ്പുറം വേറൊരു സ്വാദില്ല. അപ്പൊ ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാം അല്ലേ? അതിൽ ആദ്യം നമ്പർ 1 ഞാൻ പ്രോമിസ് ചെയ്ത ആളാണേ, നമ്മുടെ റിയാൻ കുട്ടനാണേ. അപ്പൊ റിയാൻ കുട്ടനെ നമ്മുടെ കുഞ്ഞാറ്റ ഒന്ന് കൈപിടിക്കാമോ? അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ. കൽവിളക്കുകൾ കാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അങ്ങനെ അമ്പലപ്പുഴയിലെ കണ്ണന്റെ പായസത്തിന്റെ ഒരു മധുരം ഉണ്ടല്ലേ നമുക്കുള്ളിലൊക്കെ. അതേസമയം തന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഘട്ടം എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണെന്ന് നമുക്ക് കാണാം. പുതു സ്വപ്നങ്ങൾ കാണാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘട്ടമായിട്ട് കാണാം. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സെമി ഫൈനലാണ്. അപ്പോൾ നമുക്കിപ്പോൾ 16 കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൂടെ ഈ യാത്രയിൽ ഒന്നിച്ചായിട്ട് നെഞ്ചിടിപ്പുകളായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ സെമി ഫൈനലിലേക്ക് കടക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ കുറച്ച് കൂട്ടുകാർ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന്. ഇതുവരെ ഏകദേശം 40ഓളം പാട്ടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയിട്ടുണ്ട് ഉണ്ണിച്ചേട്ടാ. അത് ഒന്നിനൊന്നൊന്നിനൊന്ന് മെച്ചമായിട്ടാണ് വന്നിട്ടുള്ളത്. ശരി പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു എന്താണ് പസിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുക, അവർ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒട്ടും നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഓരോ ആളും യുണീക്കാണ്, അതുകൊണ്ട് കമ്പാരിസൺ പോസിബിൾ അല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ ചെയ്യാൻ പറ്റുന്നത് അവര് ഏത് തലത്തിലാണോ പാടി തുടങ്ങിയത് അവരായിട്ട് തന്നെ അവർക്കൊരു കമ്പാരിസൺ ചെയ്യുവാണ്. ആ രീതിയിൽ മാത്രമേ നമുക്കും അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ല, നമ്മളിതിനെ എങ്ങനെ കാണുന്നു വെച്ചാൽ ഒരു കോമ്പറ്റീഷനായിട്ട് കാണാതെ ഒരു ജേണി മാത്രമായിട്ട് കരുതും. അതാണ് കുട്ടികളോട് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല ഇഷ്യൂസും വരും. സോ ഇറ്റ്സ് എ ജേർണി വേർ യു ലേൺ ലോട്ട്സ് ഓഫ് തിങ്സ്. ദാറ്റ്സ് വാട്ട് ഐ കൻ ടെൽ ഓൾ ദീസ് ബ്യൂട്ടിഫുൾ കോൺടെസ്റ്റൻസ് ഓഫ് ടോപ്പ് സിംഗർ. മക്കളെ, അങ്കിളിന് ഒരു പ്രത്യേക കാര്യം പറയുന്നു. അത് മന്ത്രം പോലെ എടുക്കണം. അതെന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന കയ്യടികളില്ലേ, ഈ കയ്യടികളുടെ ശബ്ദം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അവസാനിക്കും. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുന്ന പാഠങ്ങളുണ്ടല്ലോ, ആ പാഠങ്ങളുടെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം നിങ്ങളുടെ കൂടെ ജീവിതത്തിനുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസിനെയാണ് നിങ്ങൾ കരുതേണ്ടത്. അതെപ്പോഴും മനസ്സിൽ വെച്ചോണേ. ഈ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്കിൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൺലി എക്സ്പീരിയൻസ് ഇസ് നോളജ് എന്നുള്ളത്. എന്താണ് നോളജ് എന്ന് പറഞ്ഞാൽ? എക്സ്പീരിയൻസ് മാത്രമാണ്. എനിത്തിങ് എൽസ് ഇസ് ഓൺലി ഇൻഫർമേഷൻ. കുറച്ച് വിവരങ്ങൾ കിട്ടുന്നത് മാത്രമാണ്. അപ്പോൾ എത്ര അധികം നോളജാണ് ഈ ഒരു വർഷത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം.
അനുഷ്ക സരീഷ്, റിയാൻ പ്രിയേഷ്, ദ്യുതി ലിൻഡ ഷെനിർ, എസ്തർ റോസ് പ്രവീൺ, ജെനീലിയ ആൻ പ്രൈസൺ, ജഗത് കിഷോര ചന്ദ്രശേഖരൻ, ജിത, മൈഥിലി ശ്യാം, പാർത്ഥിവ്, ആവണി, സാരംഗ്, ദിയ, ശ്രിയ സുജേഷ്, ശിവകാമി, പിന്നെ നമ്മുടെ കുഞ്ഞാറ്റെ. സുഭദ്ര. ഇനി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, സെമി ഫൈനലിലേക്ക് ആരൊക്കെയാണ് കടക്കുന്നത്, നമ്മുടെ ഏതൊക്കെ കുഞ്ഞുങ്ങളാണ് കടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരാണ് അടുത്ത ഘട്ടത്തിലേക്ക്, സെമി ഫൈനലിലേക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ. ജിത, പാർത്ഥിവ്, എസ്തർ റോസ്, ഇവർ 3 പേരുമാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ കൂടെ ഇല്ലാത്തത്. പെട്ടെന്ന് എന്തോ എൻ്റെ ഒരു ലംപിൻ്റെ ത്രോട്ട് പോലെ തോന്നാണ്. റീഡർ അല്ലേ? എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. എത്ര അധികം സ്നേഹങ്ങൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര അധികം സംഗീതം അവർ നമുക്ക് തന്നിട്ടുണ്ട്, ഓരോ നിമിഷങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴൊക്കെ ആലോചിക്കും, ഇന്ന് കുട്ടുമണി പാടിയത്, ജിത പാടിയത്, എസ്തർ പാടിയത്, കുഞ്ഞാറ്റ പാടിയത്, ശിവകാമി, അങ്ങനെ ഓരോരുത്തരുടെയും പാട്ടുകൾ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഗുഡ് ബൈ എന്ന് പറയുന്നത് തിരിച്ചു വരവിനുള്ള ഒരു റിഹേഴ്സലായിട്ടാണ്. അങ്ങനെ കാണണം. വലിയൊരു തിരിച്ചുവരവ്. വലിയ തിരിച്ചുവരവ്. പല വലിയ, ഇപ്പൊ മൈക്കൽ ജോർഡന്റെ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തെ റിജക്ട് ചെയ്താണ് ഒരിക്കൽ, പക്ഷെ അദ്ദേഹം എവിടെയാണ് അല്ലെ, ആ ഒരു വലിയ തരത്തിൽ ലോകത്തിന്റെ നെറുകയിലെത്തി അദ്ദേഹം. അപ്പൊ അതുപോലെയുള്ള വലിയ എക്സ്പീരിയൻസസ്, വലിയ ആർട്ടിസ്റ്റ്, സമയത്തിനും അപ്പുറം നിന്നിട്ടുള്ള ആർട്ടിസ്റ്റ് ഒക്കെ ആ രീതിയിൽ ഒരു ജേർണിയിലൂടെ വന്നതാണ്. ആ രീതി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹം എൻ്റെ കുട്ടുമണി, ഒത്തിരി സ്നേഹം ജിതു, ഒത്തിരി സ്നേഹം എസ്തർ കുട്ടി. കുട്ടുമണി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടാലന്റ് ആണ്. ഞാൻ എപ്പോഴും അത്രത്തോളം അഭിമാനത്തോടെയാണ് ഇതിനെ കാണുന്നത് കേട്ടോ. നന്നായിരിക്കട്ടെ. പിന്നെ ജിതു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മിസ് വെർസറ്റൈൽ എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയധികം ജനുസുകൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ്. ബണ്ടിൽ ഓഫ് ടാലന്റ്. ആ ബണ്ടിൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ബിയോണ്ട് ദാറ്റ് അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ജേണിയാണ് ഇമ്പോർട്ടൻറ്റ്. ജിതു ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചില്ലേ, അത് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് വലിയ സ്ട്രെങ്ത് തരും കേട്ടോ. അതിലെല്ലായ്പ്പോഴും നമ്മൾ 4 പേരും കൂടെ ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ദാറ്റ്സ് എ പ്രോമിസ്. എസ്തർ കുട്ടിയുടെ ശബ്ദം, മൈ ഗോഡ്, അതെപ്പോഴും ചേട്ടനും പറയാറുണ്ട് പ്ലേ ബാക്ക് സിംഗിങ്ങിന് പറ്റിയതാണെന്ന്. അതുപോലെ മധുവും പറയാറുണ്ട്, എനിക്കും നമുക്കെല്ലാം തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ചെറിയ വയസ്സല്ലേ കൂട്ടൻ വരുക്കാം. ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് പാടാനുണ്ട്, ഒരുപാട് വേദികൾ കാണാനുണ്ട്. സോ ഒന്നുകൊണ്ടും ഇത് ഒരു തുടക്കമായിട്ട് കരുതാം, ഇത് ഒന്നിന്റെയും അവസാനമല്ല. ഓക്കെ. മാത്രമല്ല നിങ്ങളുടെ ടാലൻസ് എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടുമണിയുടെ ഓറ എപ്പോഴും പറയണതാ, അത് കുട്ടുമണിക്ക് മാത്രം ഉള്ളതാ. ജിത ഇസ് മെന്റ് ടു go beyond the borders. You are meant to conquer. ശരിക്കും. പിന്നെ അതുപോലെ എസ്തറിന്റെ അത്ര ഓണസ്റ്റ് ആയിട്ട് മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. വെരി ഓണസ്റ്റ് ആയിട്ടാണ് പാട്ടിനെ കേൾക്കുന്നത്, പാട്ടിനെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പം ഓരോ കുട്ടീനെ എടുത്ത് നോക്കിയാലും ഓരോ ആളും സ്പെഷ്യലാണ്, യുണീക്കാണ്. തൽക്കാലത്തേക്ക് ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഈ ഒരു ക്വാർട്ടർ ഫൈനലിന്റെ എൻഡിൽ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ പ്ലേ ലിസ്റ്റ് നിന്ന് മാറ്റുകയല്ല, അല്ലെങ്കിൽ റിമൂവ് ചെയ്യല്ല, റിപ്പീറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാണ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ടു ഡിയർ കുട്ടുമണി, ദെൻ നമ്മുടെ ജിത കുട്ടി ആൻഡ് എസ്തർ റോസ് പ്രവീൺ. അപ്പോൾ അങ്ങനെ നമ്മൾ സെമി ഫൈനലിലേക്ക് എത്തുകയാണ്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് സെമി ഫൈനലിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ശുഭരാത്രി.